ഔദ്യോഗിക സന്ദർശനത്തിനായി ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഇന്ത്യയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. UAE ഇന്ത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ചർച്ചകൾ ഉണ്ടായതായി ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു. ഇന്ത്യയിലെത്തിയ ഷെയ്ഖ് ഹംദാനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് സ്വീകരിച്ചത്. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തൂം 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഇന്ത്യയിലെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഷെയ്ഖ് ഹംദാൻ കൂടിക്കാഴ്ച നടത്തി. ദുബായ് കിരീടാവകാശിക്ക് പ്രധാനമന്ത്രി ഉച്ചവിരുന്നും നൽകി. നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ UAEയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ചർച്ചകളുണ്ടായതായി ഷെയ്ഖ് ഹംദാൻ എക്സിൽ കുറിച്ചു. തുടർന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറുമായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായും പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇന്ന് തന്നെ ഷെയ്ഖ് ഹംദാൻ മുംബൈയിലേക്ക് തിരിക്കും. അവിടെ ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ ബിസിനസ് നേതാക്കളുമായി റൗണ്ട് ടേബിൾ ചർച്ചയിൽ പങ്കെടുക്കും. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നത് ചർച്ച ചെയ്യും. ദുബായ് കിരീടാവകാശിയായ ശേഷമുള്ള ഷെയ്ഖ് ഹംദാന്റെ ആദ്യ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനമാണിത്. 24 ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിലേക്ക് ഈ മാസം പ്രധാനമന്ത്രി ജിദ്ദയിലെത്തും എന്നാണ് റിപ്പോർട്ടുകൾ. സൗദി കിരീടാവകാശിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏപ്രിൽ 22-ന് ജിദ്ദയിലെത്തുമെന്നാണ് റിപ്പോർട്ട്. ഇത് 3-ാം തവണയാണ് പ്രധാനമന്ത്രിയുടെ സൗദി സന്ദർശനം. 2016 ഏപ്രിലിലും 2019 ഒക്ടോബറിലുമായിരുന്നു ഇതിനു മുമ്പ് മോദി സൗദിയിലെത്തിയത്. വീണ്ടും സൗദിയിലെത്തുമ്പോൾ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്ന കരാറുകളിൽ ഒപ്പുവെക്കും. ഊർജ്ജം, പ്രതിരോധം, വ്യവസായം, നിക്ഷേപം, IT തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതാകും പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ലോകത്തിന്റെ ഭാവിക്ക് ദിശാബോധം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇന്ത്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് ഇടനാഴിയെക്കുറിച്ച ചർച്ച സജീവമായ സമയത്താണ് സന്ദർശനമെന്നത് ശ്രദ്ധേയമാണ്. 2019 റിയാദിൽ നടന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് ഫോറത്തിൽ നരേന്ദ്രമോദി പങ്കെടുത്തപ്പോഴാണ് ഇന്ത്യ സൗദി അറേബ്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൌൺസിൽ പ്രഖ്യാപനം നടന്നത്. ശേഷം പലതവണ ഇരു രാജ്യങ്ങളിലുമായി കൌൺസിൽ യോഗം ചേരുകയും ചെയ്തു. സൗദിയുടെ ഏറ്റവും വലിയ 2ാമത്തെ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. അതേസമയം സൗദി അറേബ്യ ഇന്ത്യയുടെ 5ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ്. സൗദിയിലെ 27 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ പ്രവാസികളും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ജിദ്ദയിലെ ലേബർ ക്യാമ്പിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുമെന്നും റിപ്പോർട്ടുണ്ട്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.